കേൾക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കരുതുന്ന ദൈവം. പണ്ട് പണ്ട് അബ്രഹാമിന് അപ്പൻ ജീവിച്ചിരുന്നു. വിശ്വാസമുള്ള പിതാവെന്നാണ് അറിയപ്പെടുന്നത്. അത് കാരണം എന്താണെന്നോ, ദൈവം പറഞ്ഞ വാക്ക് വിശ്വസിച്ച് സ്വന്തം ദേശം വിട്ട് കാണാത്തത് യാത്ര തിരിച്ചു. അത് മാത്രമല്ല, മക്കളില്ലായിരുന്നു. തനിക്ക് ദൈവം മക്കളെ തരും ദൈവം പറഞ്ഞത് അബ്രഹാം അതുപോലെ വിശ്വസിച്ചു. തൻ്റെ 100-ാം വയസ്സിൽ ഇസാക്കിനെ കിട്ടി. സുന്ദരനായ ഇസാക്ക് അബ്രഹാം സാറയെ ലാളിച്ച് സ്നേഹിച്ചു ഇസാക്കിനെ വളർത്തി. അങ്ങനെ ഇസാക്ക് ഒരു കൊച്ചു മിടുക്കനായി വളർന്നു വന്നു. അങ്ങനെ എനിക്ക് അബ്രഹാം ഒരു ദൈവശബ്ദം കേട്ടു. അബ്രഹാമേ, അബ്രഹാമേ, അടിയനിതാ നിന്റെ ഏകജാതനായ ഇസാക്കിനെ മോറിയ ദേശത്ത് ഞാൻ കാണിക്കുന്ന മലയിൽ അവന് ഹോമയാഗം കഴിക്കാം. ദേവശബ്ദം കേട്ട അബ്രഹാം വളരെ വിഷമത്തോട് ഇസാക്കിനെ വിളിച്ചെന്നു. മോനെ, നാളെ നമുക്കൊരു യാത്രയുണ്ട്, നേരത്തെ ഇറങ്ങിക്കോ. പ്രഭാതത്തിൽ യഹോവയ്ക്കൊരു യാഗം കഴിക്കാൻ പോണം. ശരി അപ്പ, അനുസരണയുള്ള മകനായ ഇസാക്ക് അപ്പൻ പറഞ്ഞതുപോലെ തയ്യാറായി. അതിരാവിലെ അബ്രഹാം കഞ്ചിക്ക് കോപ്പിട്ട് 2 ബാല്യക്കാരെയും കുട്ടി ഇസാക്കുമായി യാത്ര തിരിച്ചു. കുറേ ദൂരം അവർക്ക് യാത്ര ചെയ്യാനിരുന്നു. അങ്ങനെ അവർ മോറിയ ദേശത്തെത്തി. അബ്രഹാം ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ എവിടെ നിന്നാളൂ, ഞാനും എൻ്റെ മകനും പോയി ആഹാരം കഴിച്ച് തിരിച്ചു മടങ്ങി വരാം. വിറക് ഞാൻ എടുത്തോളാം അപ്പ. ഇസാക്ക് വിറക് ചുമന്നു. അവർ രണ്ടുപേരും മാത്രമായി യാത്ര ആരംഭിച്ചു. അബ്രഹാം തന്റെ വിഷമൊന്നും പുറത്ത് കാണിച്ചില്ല. ഇസാക്ക് വളരെ സന്തോഷത്തോടെ വരികയാണ്. പലരും സംസാരിക്കുന്നതിന് ഇസാക്ക് അപ്പനോട് ചോദിച്ചു, അപ്പാ എന്താ മോനെ? ശല്യത്തോടെ അപ്പൻ ഇസാക്കിനെ നോക്കി. നമ്മളെ കയ്യിൽ കത്തിയുണ്ട്, വിറവുണ്ട്, തീയുണ്ട്. ഹോമയാഗം കഴിക്കേണ്ട ആട്ടിൻകുട്ടി എവിടെയപ്പാ? അത് അബ്രഹാം ഉത്തരം മുട്ടി. ഒന്നാലോചിച്ചിട്ട് അബ്രഹാം പറഞ്ഞു, ദൈവം കരുതിക്കൊള്ളും മോനെ, ദൈവം കരുതിക്കൊള്ളും. വാ, വേഗം പോകാം. ഒടുവിൽ അവർ മലയുടെ മുകളിലെത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു. അവർ കൊണ്ടുവന്ന വിറക് ക്രമമായി അടുക്കി വെച്ചു. പെട്ടെന്ന് അബ്രഹാം ഇസാക്കിനെ കൈ പിടിച്ചു. ഒരു കയറുകൊണ്ട് കെട്ടി. ഇസാക്ക് ഓടാനൊന്നും ശ്രമിച്ചില്ല. കാലുകളും കെട്ടി വിറകിന്റെ മുകളിലെടുത്ത് അബ്രഹാം തന്റെ കത്തി എടുത്തു. ഇസാക്കിന്റെ കഴുത്തിൽ ഷാക്കി ഓഞ്ഞത് ഒരു ദേവശബ്ദം, അബ്രഹാമേ, അബ്രഹാമേ, ബാലിന്റെ മേൽ കൈവയ്ക്കരുത്. ദേവശബ്ദം കേട്ട അബ്രഹാം കത്തി നിലത്തിട്ടു. ഇസാക്കിന്റെ കെട്ടുകളെല്ലാം വേഗം വഹിച്ചു. ഇസാക്കിനെ കെട്ടിപ്പിടിച്ചു. ഇസാക്ക് വല്ലാതെ പേടിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്നൊരു ആടിന്റെ ശബ്ദം. അതാ മുള്ളിന്റെ ഇടയിൽ ഒരു ആട്ടുകൊറ്റ കൊമ്പൂരിയും കിടക്കുന്നു. സന്തോഷം കൊണ്ട് തുള്ളികളെ ചാടി. അപ്പൻ പറഞ്ഞ ശരിയാണ്, ദൈവം നമുക്ക് വേണ്ടി കരുതി. അപ്പ ദൈവം നമുക്ക് വേണ്ടി കരുതി. അതേപോലെ ഈ സ്ഥലത്തിന് യഹോവയാണ് പേര്. യഹോവ കരുതുന്ന ദൈവം. അവർ ആട്ടിൻകുട്ടി എടുത്ത് യാഗം കഴിച്ച് സന്തോഷത്തോടെ വീട്ടിൽ തിരിച്ചു മടങ്ങി. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥയിൽ നിന്നും മനസ്സിലായി, ഏത് പ്രശ്നം വന്നാലും നിങ്ങൾ ദൈവത്തിന് വിശ്വസിക്കണം. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതും. ദൈവചരിങ്ങനെ പറയുന്നു, നിങ്ങൾക്കായി കരുതുന്ന നിങ്ങൾ സകല ചിന്താവലും അവനെ മേലിട്ടുകൊള്ളും.